6 മാസത്തെ കാലാവധി കഴിഞ്ഞ് കോടതി വിളിപ്പിക്കുമ്പോൾ നീ പറഞ്ഞാൽ മതി, ഞാൻ വരാം. പിന്നെ എനിക്ക് നിന്നോട് റിക്വസ്റ്റ് ഉണ്ട്. ആ കോഫി ഷോപ്പ് നന്നായിട്ട് നടക്കുവാണേൽ, അല്ലെങ്കിൽ നീ ആ ഫ്ലാറ്റ് വിൽക്കുവാണേൽ എൻ്റെ കാശിങ് തിരിച്ചു തരും. അപ്പച്ചൻ്റെ സ്റ്റുഡിയോ വിറ്റ കാശല്ലേ അത്. ചങ്ക് പറിച്ച് കൈവച്ചോണ്ടാ അന്ന് ഞാനിത് വിറ്റത്, നമുക്ക് വേണ്ടി. ഇനിയിപ്പോൾ നമ്മളില്ലല്ലോ. ഫ്ലാറ്റ് ഞാൻ വിൽക്കും ജീവൻ. എനിക്കവിടെ ഒറ്റയ്ക്ക് പാടാണ്. കാശ് ഞാൻ തരും. ആ സ്റ്റുഡിയോ തിരിച്ചെടുക്കണം. കല്യാണത്തിന് മുമ്പ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള സ്ഥലമല്ലേ. എന്തെല്ലാം കോമഡികൾ കാണിച്ചിട്ടാണല്ലേ നമ്മൾ ഇവിടം വരെ എത്തിയത്. നിന്റെ കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട്, പൊൻകുന്നം കുട്ടിക്കാനം റൂട്ടിലെ ദേവമാതാ ബസ്, ബഷീർക്കയുടെ ഭാര്യയുടെ പർദ്ദ, നിന്റെ അപ്പച്ചൻ്റെ ഗുണ്ടകളുടെ തല്ല്, പള്ളിയിലെ ഒളിച്ചോട്ടം, ട്രെയിൻ യാത്ര, മുംബൈ, ഫ്ലാറ്റ്. എന്തിനായിരുന്നല്ലോ ഇതൊക്കെ? നീ വേറെ കേട്ടോ? ഞാൻ കിട്ടും. എനിക്കെങ്ങും മേലെ ഒറ്റയ്ക്ക് ജീവിക്കാൻ. പക്ഷേ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫായിരിക്കും അത്. കുറച്ചുകൂടി ബെറ്റർ ആയൊരു ഞാൻ. എന്നിലുണ്ടായിരുന്ന കുറേ പ്രശ്നങ്ങൾ ക്ലിയർ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് നമ്മുടെ വഴക്കുകളിലൂടെ. നീ ഒരു അസല് ഭാര്യയായിരിക്കും. ശരിക്കും ശരിക്കും നിനക്ക് പറ്റിയ ആളാണ് വരുന്നതെങ്കിൽ. ഞാനീ പറയാൻ പോകുന്ന ഒരു ഉപദേശമായിട്ടൊന്നും നീ കരുതണ്ട. പിരിയാൻ പോകുന്ന 2 സുഹൃത്തുക്കൾ തമ്മിലുള്ള ഒരു സംസാരമായിട്ട് മാത്രം കണ്ടാൽ മതി. നിനക്കിനി വരാൻ പോകുന്ന ആള് അയാളുടേതായ ഒരു ഐഡന്റിറ്റി ഉള്ള ആളായിരിക്കും. അയാൾക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണ്ടായിരിക്കും. അതിന് നീ മുഴുവനായിട്ട് വഴങ്ങി കൊടുക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ അത് നീ മനസ്സിലാക്കുന്നു എന്ന് അയാൾക്ക് തോന്നണം. അറ്റ്ലീസ്റ്റ് തോന്നിപ്പിക്കണം നീ. അതൊരു അഭിനയമാണെങ്കിൽ പോലും. ഞാൻ ഈ പറയുന്നതൊക്കെ വളരെ സില്ലിയായിട്ട് തോന്നാം, പക്ഷേ അതൊരു വലിയ കാര്യമാണ് സാർ. ഇനി ഞാനൊന്ന് ഉപദേശിക്കട്ടെ? പിന്നെന്താ? ജീവൻ ഇനി കെട്ടാൻ നിൽക്കണ്ട. അത് ശരിയാവത്തില്ല. ഇയാൾക്കൊരു കുഞ്ഞു വാശിയുണ്ട്. ഞാൻ ഒരിക്കലും ഒരു നല്ല ഭർത്താവ് ആവത്തില്ല എന്ന വാശി. ആ വാശി ഞാൻ മനസ്സിലാക്കി വന്നപ്പോഴത്തേക്കും നമ്മൾ കോടതിയിലെത്തി. അല്ലായിരുന്നെങ്കിൽ ആ വാശി തട്ടിയും മുട്ടിയും പൊട്ടിക്കാതെ ഞാനങ്ങ് കൊണ്ടു നടന്നേനെ. ഇനി പുതിയൊരു പെണ്ണ് വന്നാലേ അവള് കഷ്ടപ്പെട്ടു പോവും. അതുകൊണ്ട് കെട്ടണ്ട. ഇങ്ങനെ ക്യാമറയും തൂക്കി നടന്ന ഫോട്ടോ എടുത്തോണ്ട് ഫ്രീ അല്ലേ? ഫോട്ടോയുടെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് ക്ലിയർ ആക്കണമെന്ന് തോന്നിയൊരു കാര്യം. എന്നാ ഫോട്ടോഷൂട്ടിലെ മോഡലിൽ ഞാൻ അതെനിക്കറിയായിരുന്നു. ഡിവോഴ്സിന് എൻ്റെ സൈഡ് സ്ട്രോങ് ആക്കാൻ ഇത് ഗുണം ചെയ്യുമെന്ന് വക്കീല് പറഞ്ഞുകൊണ്ട് മാത്രം ഞാനിതൊരു തെട്ടുന്നേ ഉള്ളൂ. ഓ